ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാः സ്ഥിരൈരംഗൈः തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുഃ ഭദ്രം नो അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. മാണ്ഡൂക്യ ഉപനിഷത്തിലെ മൂന്നാമത്തെ മന്ത്രം. ജാഗരിത സ്ഥാനോ ബഹിഷ്പ്രജ്ഞ സപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂല ഭുഗൈശ്വാനര പ്രഥമപാദ. ജാഗരിതസ്ഥാന, ജാഗരിതമാകുന്ന സ്ഥാനത്തോടു കൂടിയവനും, ബഹിഷ്പ്രജ്ഞ, പുറമേയുള്ള വിഷയങ്ങളിൽ പ്രജ്ഞയോടുകൂടിയവനും, സപ്താംഗ, 7 അംഗങ്ങളോടുകൂടിയവനും, ഏകോനവിംശതിമുഖ, 19 മുഖങ്ങളോടുകൂടിയവനും, സ്ഥൂല ഭുക്, സ്ഥൂലങ്ങളായ വിഷയങ്ങളെ ഭുജിക്കുന്നവനും ആയ വൈശ്വാനര, വൈശ്വാനരൻ പ്രഥമ പാദ, ഒന്നാമത്തെ പാദം ആകുന്നു. വിശ്വനരന്മാരെയും എല്ലാ നരന്മാരെയും പല പ്രകാരത്തിൽ നയിക്കുന്നതുകൊണ്ടോ വിശ്വനരന്മാരും ആയിരിക്കുന്നതുകൊണ്ടോ വൈശ്വാനരൻ എന്ന് വിളിക്കപ്പെടുന്ന ജാഗരിത അവസ്ഥയിലുള്ള ആത്മാവാകുന്നു ഒന്നാമത്തെ പാദം. താനൊഴിച്ചുള്ള പുറമേയുള്ള കൽപ്പനാജന്യങ്ങളായ വിഷയങ്ങളിലാണ് അവിദ്യാകൽപ്പിതവും ബുദ്ധി വൃത്തി രൂപമായ അവൻ്റെ പ്രജ്ഞ അവഹാനിക്കുന്നത്. അവന് 7 അംഗങ്ങൾ ഉണ്ട്. തസ്യഃ വാ ഏതസ്യാത്മനോ വൈശ്വാനരസ്യ മൂർധൈവ സുതേജാ ചക്ഷുഷ്വരൂപ പ്രാണ പൃഥഗ്ഭൃത്മാത്മാ സന്ദേഹോ ബഹുലോ വസ്തിരേവരൈഃ പൃഥിവ്യേ പവപാദോ. പ്രകൃതനായ ഈ വൈശ്വാനരൻ്റെ മൂർധാവ് ദ്യുലോകവും, ചക്ഷുസ് ശേദപീതാദി ഗുണങ്ങളോടുകൂടിയ സൂര്യനും, പ്രാണൻ പല സഞ്ചാരമാർഗങ്ങളോടുകൂടിയ വായുവും, ദേഹമധ്യം വിസ്താരമേറിയ ആകാശവും, വസ്തി അന്നത്തിന് ഹേതുവായ ജലവും, പാദങ്ങൾ ഭൂമിയും ആകുന്നു എന്നു ശ്രുതിയിൽ അഗ്നിഹോത്ര കൽപ്പനയുണ്ട്. അതിൻ്റെ ശേഷമായി ആവഹനീയാഗ്നി ഇവൻ്റെ മുഖമായിട്ടും പറയപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് 7 അംഗങ്ങൾ. ഇവൻ 19 മുഖങ്ങൾ ഉള്ളവനാകുന്നു. 5 ബുദ്ധീന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും 5 പ്രാണാദിവായുക്കളും, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇങ്ങനെയാണ് 19 മുഖങ്ങൾ. ഇവ മുഖങ്ങളെ പോലെ അറിവിനുള്ള ദ്വാരങ്ങളായതുകൊണ്ടാണ് മുഖങ്ങളായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വൈശ്വാനരൻ ഈ ദ്വാരങ്ങൾ വഴിയായി ശബ്ദം മുതലായ സ്ഥൂല വിഷയങ്ങളെ ഭക്ഷിക്കുന്നു, ഭുജിക്കുന്നു. അടുത്ത പാദത്തെ പ്രാപിക്കുന്നത് ഇവൻ വഴിയാകയാൽ ഇവനെ ഒന്നാമത്തെ പാദമെന്ന് പറഞ്ഞത്, അല്ലാതെ സൃഷ്ടിക്രമം അനുസരിച്ച് അല്ല. അയം ആത്മാ ബ്രഹ്മ എന്ന് പ്രത്യേകാത്മാവായി നിർദ്ദേശിച്ച ആത്മാവിന് 4 പാദങ്ങളുണ്ടെന്ന് പറയുന്നതാണല്ലോ പ്രകൃതം. ആ സ്ഥിതിക്ക് ദ്യുലോകം മുതലായ മൂർധാവ് തുടങ്ങിയുള്ള അംഗങ്ങളാണെന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഇത് പ്രക്രമഭംഗമല്ലേ എന്ന ചോദ്യം വരാം. ആധ്യാത്മികത്തിനും ആദി ദൈവികത്തിനും തമ്മിൽ ഭേദമില്ലാത്തതുകൊണ്ട് ആ പ്രക്രമഭംഗം പറയാൻ പാടില്ല എന്ന് പറയാം. ആദി ദൈവികത്തോടു കൂടിയ സർവപ്രപഞ്ചത്തിനും ഈ ആത്മാവിനെ കൊണ്ട് 4 പാദങ്ങളുള്ളതായിട്ടാണ് വിവക്ഷിച്ചിരിക്കുന്നത്. പഞ്ചീകൃതങ്ങളായ പഞ്ചമഹാഭൂതങ്ങളാലും അവയുടെ കാര്യങ്ങളാലും സംഘടിതമായ ആദി ദൈവികത്തോടു കൂടിയ ആധ്യാത്മികമായ സ്ഥൂലപ്രപഞ്ചം എല്ലാം വിരാട്ടായ ഈ ആത്മാവിൻ്റെ രൂപത്തിൽ ഒന്നാം പാദമാകുന്നു.
അപഞ്ചീകൃതങ്ങളായ പഞ്ചമഹാഭൂതങ്ങളും അവയുടെ കാര്യങ്ങളുമായ സൂക്ഷ്മപ്രപഞ്ചം ഹിരണ്യഗർഭരൂപത്തിൽ രണ്ടാം പാദമാകുന്നു. കാര്യരൂപത്തെ ഉപേക്ഷിച്ചു കാരണരൂപത്തെ പ്രാപിക്കുമ്പോൾ ആ പ്രപഞ്ചം അവ്യാകൃതാത്മാവായിട്ട് മൂന്നാം പാദമായി തീരുന്നു. കാര്യകാരണരൂപത്തെ വിട്ട് എല്ലാ കൽപ്പനകൾക്കും അധിഷ്ഠാനമായി നിൽക്കുമ്പോൾ അത് സത്യജ്ഞാനാനന്ദ രൂപത്തിൽ നാലാം പാദമത്രേ എന്ന് പറയുന്നു. ഇങ്ങനെ ആധ്യാത്മികാധിദൈവികങ്ങൾക്ക് അഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് മേൽപ്പറഞ്ഞ പ്രകാരം 4 പാദങ്ങൾ ഉള്ളതായി പറയുന്നതിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനാൽ മുമ്പുള്ള പാദങ്ങളെ പിമ്പുള്ള പാദങ്ങളുമായി ലയിപ്പിക്കുമ്പോൾ തുരീയത്തിൽ ചെന്നവസാനിക്കും എന്ന് സാരം. ഇങ്ങനെ എല്ലാ പ്രപഞ്ചത്തിനും ഉപശമം ഉണ്ടാകുമ്പോൾ അദ്വൈതം സിദ്ധിക്കുന്നു. സർവഭൂതസ്ഥനായ ഒരേ ആത്മാവ് ദൃഷ്ടനാവുകയും എല്ലാ ഭൂതങ്ങളും ആത്മാവിൽ കാണപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ യസ്തു സർവാണി ഭൂതാനി ഇത്യാദി ശ്രുതിയുടെ അർത്ഥം ശരിയാണെന്നും വരും. ആധ്യാത്മിക ആദി ദൈവികങ്ങൾക്ക് അഭേദത്തെ സ്വീകരിച്ച് അതുവഴിയായി മുൻപറഞ്ഞ ക്രമത്തിന് തത്വജ്ഞാനമുണ്ടാകുന്നു എന്ന് സ്വീകരിക്കാത്ത പക്ഷം സംഖ്യാദികളെ പോലെ ഓരോ ദേഹത്തിലും പരിച്ഛിന്നനായിട്ടാണ് പ്രത്യേകാത്മാവിനെ കാണുന്നതെന്ന് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അദ്വൈതം എന്ന ശ്രുതി സിദ്ധമായ വിശേഷം ഇല്ലാതെ പോകും. എന്തെന്നാൽ സംഖ്യാദി ദർശനവും ഇതും തമ്മിൽ അപ്പോൾ യാതൊരു ഭേദവും ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ എല്ലാ ഉപനിഷത്തുകളും ആത്മാവ് ഒന്നാണെന്ന് പ്രതിപാദിക്കുന്നവയാകുന്നു എന്നുള്ളതാണ് ഇഷ്ടമായിട്ടുള്ളത്. അതിനാൽ ആധ്യാത്മികനായ ഈ പിണ്ഡാത്മാവിന് ദ്യോലോകാദികളെല്ലാം അംഗങ്ങളായതുകൊണ്ട് വിരാട് രൂപമായ ആധിദൈവികമായ ആത്മാവിനോട് ഏകത്വമുണ്ടെന്നുള്ള അഭിപ്രായത്തോടു കൂടിയാണ് 7 അംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത്. ദ്യുലോകാദി രൂപത്തിലുള്ള വൈശ്വാനരാവയവങ്ങളെ വൈശ്വാനരൻ എന്നുള്ള ബുദ്ധിയോടുകൂടി ധ്യാനിച്ചിരുന്നവൻ പിന്നീട് ജിജ്ഞാസ നിമിത്തം അഖണ്ഡപക്ഷത്തെ പ്രാപിക്കുമ്പോൾ സമസ്തോപാസനത്തെ വിധിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് മൂർധാദേ വ്യവധിഷിദ്യത്മാം നാഗമിഷ്യത് ഇത്യാദി കൊണ്ട് വ്യസ്തോപാസനത്തെ നിന്ദിക്കുന്നതായി കാണുന്നു. അധ്യാത്മവും അധിദൈവവും ഒന്നല്ലെന്ന് വരികിൽ ദ്യുലോകം മുതലായതിനെ വിപരീത ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചിട്ടുള്ളവന് തൻ്റെ മൂർധാവ് മുതലായ പരിപതിക്ക എന്നത് ഉചിതമായിരിക്കില്ലല്ലോ. അതിനാൽ ആധ്യാത്മാദി ദൈവങ്ങൾക്ക് ഏകത്വം ഇവിടെ വിവക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സാരം. മൂലഗ്രന്ഥത്തിൽ വിരാട്ടും വിശ്വനും ഒന്നാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും അത് ഹിരണ്യഗർഭനും തേജസ്സനും ഒന്നാണെന്നും അതുപോലെ അവ്യകൃതാത്മാവും പ്രാജ്ഞനും തമ്മിൽ ഭേദമില്ലെന്നുമുള്ളതിലേക്ക് ഉപലക്ഷണവുമാകുന്നു. ഇത് മധുബ്രാഹ്മണത്തിൽ യജ്ഞായമസ്യാം പൃഥിവ്യാം തേജോമയോ അമൃതമയ പുരുഷോ യജ്ഞായമധ്യാത്മം ഇത്യാദി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പൃഥിവിയിൽ തേജോമയനായും അമൃതമയനുമായുള്ള പുരുഷനും ശരീരത്തിലുള്ള പുരുഷനും ഒന്നാകുന്നു എന്നാണ് അതിൻ്റെ സാരം. സുഷുപ്ത പുരുഷനും അവ്യാകൃതാത്മാവും ഒന്നാണെന്നുള്ള സിദ്ധം തന്നെ. എന്തെന്നാൽ രണ്ടിനും യാതൊരു വിശേഷവുമില്ല. സുഷുപ്താവസ്ഥയിൽ പ്രാജ്ഞൻ എല്ലാ വിശേഷത്തെയും അതിന് ഉപസംഹരിച്ച് യാതൊരു വിശേഷവും കൂടാതെയാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രളയദശയിൽ അവ്യാകൃതവും നിശേഷ വിശേഷങ്ങളെയും തന്നിൽ അടക്കിക്കൊണ്ട് നിർവിശേഷമായി വർത്തിക്കുന്നു. ഈ സാമ്യത്തെ പുരസ്കരിച്ച് അവയ്ക്ക് തമ്മിൽ ഏകത്വം പറഞ്ഞത് ശരി തന്നെ എന്ന് അർത്ഥം വരും. ഇങ്ങനെയാകുമ്പോൾ സർവദ്വൈതവും ഉപശമിക്കുമ്പോൾ അദ്വൈതം എന്നുള്ള സിദ്ധിക്കുകയും ചെയ്യും എന്ന് പറയാം.